ദീപക് ധർമ്മടം കൂടി ചെയ്തു. ദീപക്, ഇത് ഡു ഓർ ഡൈ ആണ്. ഇതിൽ UDF-നും LDF-നും ഒക്കെ ജയിച്ചാൽ മതിയാവുകയുള്ളൂ. തോൽവിയെപ്പറ്റി അചിന്ത്യമാണ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമാകുന്നത് മറ്റ് ഈ പറയുന്ന ചട്ടങ്ങൾ, കീഴ്വഴക്കങ്ങൾക്കൊക്കെ അപ്പുറം ജയിക്കുക എന്നുള്ള ഒറ്റ മാനദണ്ഡത്തിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോഴേക്ക് ടേം വ്യവസ്ഥ എന്നത് അപ്രസക്തമാവില്ലേ? ഹാഷ്മി, CPIM ഇപ്പോൾ ആലോചിക്കുന്നത് ടേം വ്യവസ്ഥ എന്നുള്ളത് പുനരാലോചിക്കാനാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു 2 ടേം മാത്രം MLA-മാർക്ക്, 1 ടേം മാത്രം മന്ത്രിമാർക്ക് എന്ന തീരുമാനമെടുത്തത്. അതിൽ മന്ത്രിമാർക്ക് 1 ടേം എന്ന തീരുമാനം യഥാർത്ഥത്തിൽ മന്ത്രിസഭയ്ക്ക് ഗുണം ചെയ്തുവോ ഇല്ലയോ എന്നുള്ളൊരു പുനരാലോചന നടന്നു. ആ ഘട്ടത്തിൽ വളരെ സീനിയറായ പരിണിതപ്രജ്ഞരായവർ മന്ത്രിസഭയിൽ ഇല്ലാത്തത് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് വിലയിരുത്തിയത്. അങ്ങനെ നോക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, മുതിർന്ന നേതാക്കളെല്ലാം മത്സരരംഗത്തേക്ക് ഇറങ്ങണം എന്ന തീരുമാനത്തിലേക്ക് CPM എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 3ാം ടേം മത്സരിക്കാൻ ഇറങ്ങുന്നു. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്താണ് മത്സരിക്കുക. ധർമ്മടത്ത് മുഖ്യമന്ത്രി നിന്നാൽ വിജയം ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, അത് പാൻ കേരള വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് CPIM-ന്റെ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായി ടേം ഇളവ് നൽകാതെ പൊതുവിൽ ടേം വ്യവസ്ഥ തന്നെ വേണ്ടെന്ന് വെക്കുക, വിജയസാധ്യത എന്നുള്ളതിന് പരിഗണന നൽകുക എന്ന നിലയിലേക്കാണ് CPM-നകത്തെ ചർച്ചകൾ നടക്കുന്നത്. ഔദ്യോഗികമായി ഇത് പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം അവതരിപ്പിച്ച് ചർച്ചയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ MLA-മാർ എന്നുള്ള നിലയിൽ KK ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ വീണ്ടും മത്സരിക്കുക, അതുപോലെ തന്നെ TP രാമകൃഷ്ണൻ LDF കൺവീനർ പേരാമ്പ്രയിൽ നിന്നും വീണ്ടും മത്സരിപ്പിക്കുക. കാരണം ഇല്ലെങ്കിൽ ആ മണ്ഡലം, പേരാമ്പ്ര പോലുള്ള മണ്ഡലം കൈവിട്ടു പോകുമെന്നുള്ള വിലയിരുത്തലിലേക്ക് CPM എത്തുകയാണ്. അതുപോലെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വീണ്ടും മത്സരിപ്പിക്കുക. അതായത് നേരത്തെ നിശ്ചയിച്ച 2 ടേം MLA-മാരെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം മത്സരത്തിന് മാറി നിൽക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ മത്സരത്തിന് മാറ്റി നിർത്തേണ്ടതില്ല. തീരുമാനങ്ങൾ ഇരുമ്പുലക്കല്ല നേക്കമാൽ തന്നെ പറയുന്നതുകൊണ്ട് ജയസാധ്യതയ്ക്കപ്പുറം ടേം വ്യവസ്ഥ ഒന്നും കാര്യമായിട്ടുണ്ടാവില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.